നിങ്ങളുടെ ഫോൺ ഹാക്ക് ആയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള 5 സൂചനകളും നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഹാക്കായ ഫോണിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു വലിയ സൂചനയാണ് നിങ്ങളുടെ ഫോൺ വളരെയധികം ഹീറ്റ് ആവുന്നു, നിങ്ങളുടെ ഫോണിൽ ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ആവുന്നു. അതായത് നിങ്ങൾ ഫോൺ ഉപയോഗിക്കാത്ത സമയത്ത് പോലും, വെറുതെ വെച്ചിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്, നിങ്ങളുടെ ഫോണിൽ ചാർജ് പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ ഫോണിൽ മാൽവെയർ അഫക്റ്റഡ് ആണെങ്കിൽ ഈ ഒരു മാൽവെയർ എന്ന് പറയുന്ന അൺഒപ്റ്റിമൈസ്ഡ് കോഡാണ്. അപ്പോൾ ഈ ഒരു കോഡ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേയധികം റിസോഴ്സുകൾ ഇതിന് വേണം. അതായത് പ്രോസസർ വേണം, റാം വേണം, മെമ്മറി വേണം, ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓടുന്നത് കൊണ്ട് നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്യും. രണ്ടാമത്തെ സൂചന ഹെവി ആയിട്ടുള്ള ഡേറ്റ യൂസേജ് ആണ്. അതായത് നിങ്ങളുടെ ഫോണിൽ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൊബൈൽ ഡാറ്റ നിങ്ങൾ ഓൺ ആക്കി വെക്കുമ്പോൾ തന്നെ നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും നെറ്റ് കിട്ടുന്നത്. അതുമാത്രമല്ലാതെ നിങ്ങളിപ്പോൾ നെറ്റ്വർക്ക് മീറ്ററൊക്കെ ഓണാക്കി വെക്കുകയാണെങ്കിൽ ഫുൾ ടൈം അതിലിങ്ങനെ നമ്പേഴ്സ് ഓടിക്കൊണ്ടേയിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ കാരണം എന്തെന്നാൽ ഹാക്കായിരിക്കുന്ന ഒരു ഫോണിൽ നിങ്ങളുടെ ഫോണിലുള്ള ഡേറ്റ മുഴുവനും ഹാക്കറിൻ്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റർനെറ്റ് ഫുൾ ടൈം നിങ്ങളുടെ ഫോണിലുള്ള ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ട്രാൻസ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഫോണിൽ പെട്ടെന്ന് ഡേറ്റ തീർന്നു പോകുന്നത്. അതേപോലെ തന്നെ ഹെവി ആയിട്ടുള്ള ഡേറ്റ യൂസേജ് കാണപ്പെടുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ സൂചന ഒന്നാമത്തെയും രണ്ടാമത്തെയും സൂചനകളുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു സൂചനയാണ്. അതായത് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ എക്സ്ട്രീംലി സ്ലോ ആയിരിക്കും, നല്ല ലാഗ് ഉണ്ടാകും. ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പണ്ടിരുന്നതിൽക്കാട്ടും നല്ല രീതിയിൽ ലാഗും, അതുപോലെ തന്നെ അതിലൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് പോകാനായിട്ട് കുറേയധികം സമയം എടുക്കുകയും, അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങളുടെ ഫോണിന് എന്തോ ഒരു അബ്നോർമാലിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും യൂസ് ചെയ്യുന്ന സമയത്ത്. ഇത് വരുന്നതിൻ്റെ കാരണവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻസിന് ഓടണമെങ്കിൽ പ്രോസസറും റാമും വേണം. ഈ രണ്ട് കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ മാൽവെയർ ആപ്ലിക്കേഷൻസ് എടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ആപ്ലിക്കേഷൻസ് ഓടാനുള്ളൊരു മെമ്മറിയും അതേപോലെ പ്രോസസിംഗ് പവറും കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഫോൺ ഹാക്ഡ് ആണെങ്കിൽ ഇതേപോലെ തന്നെ ലാഗ് ആവുന്നത്. ഇനി നാലാമത്തെ സൂചന അബ്നോർമൽ ആക്ടിവിറ്റീസ് ഇൻ യുവർ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സാപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ അറിയാതെ കുറേയധികം ഫ്രണ്ട് റിക്വസ്റ്റ് സെൻഡ് ആയിട്ടുണ്ടാകും, കുറേ ഫ്രണ്ട് റിക്വസ്റ്റ് വന്ന് കാണും, അല്ലെങ്കിൽ പോസ്റ്റുകൾ നിങ്ങൾ പോലും ചെയ്യാത്തതൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫോളോ ഇങ് എന്ന് പറഞ്ഞ ആ ഒരു ടാബ് സെക്ഷൻ നിങ്ങളുടെ നമ്പേഴ്സ് കൂടുന്നതായിരിക്കും. അതായത് നിങ്ങൾ അറിയാത്ത കുറേയധികം അക്കൗണ്ട്സിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാം, അതിൽ മെസ്സേജ് പോകുന്നതായിട്ട് കാണാം. എന്തിന് നിങ്ങൾ വാട്സാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലുള്ള ലാസ്റ്റ് സീൻ പോലും നിങ്ങൾ അറിയാത്ത സമയങ്ങളിലൊക്കെ വന്ന് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ വളരെ സ്ട്രോങ് സൈൻസ് ആണ് നിങ്ങളുടെ ഫോൺ ഹാക്ക് ആയിരിക്കുന്നതിൻ്റെ. ഇനി അഞ്ചാമത്തേതും എൻ്റെ അടുത്ത് കുറേയധികം ആൾക്കാർ പേഴ്സണലി ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതായത് അവരുടെ ഫോണിൽ അവർ പോലും അറിയാത്ത കോളുകൾ പോയതായിട്ട് കോൾ ലോഗിൽ കാണുന്നു. ഫോണിൽ നിന്ന് കോളൊന്നും പോയിട്ടില്ല, പക്ഷേ കോൾ ലോഗിൽ കുറേയധികം നമ്പേഴ്സിനെ അങ്ങോട്ടേക്ക് ഡയൽ ചെയ്തതായിട്ട് കാണുന്നു, കുറേയധികം SMS അയച്ചതായിട്ട് കാണുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. സോ പ്രധാനമായിട്ടും ഇങ്ങനെ നടക്കുന്നത് നിങ്ങളുടെ ഫോൺ ഹാക്കർ ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിം അവർക്ക് യൂസ് ചെയ്ത് അവർക്ക് മറ്റ് കോളുകൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കോൾ ചെയ്യുന്നതിൻ്റെ ലോഗുകളാണ് നിങ്ങളുടെ ഫോണിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചനയാണ് ഈ ഒരു കോൾ ലോഗിൽ നിങ്ങളറിയാത്ത നമ്പേഴ്സ് എല്ലാം വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഷുവറായിട്ട് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് ഓഫാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ തന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് കംപ്ലയിൻറ്റും ചെയ്യേണ്ടതാണ്. കാരണം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഹാക്കിംഗ് ആണ് ഈ ഒരു സൂചന നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ മേൽപ്പറഞ്ഞ 5 സൂചനകളിൽ ഏകദേശം 1-2 സൂചനകൾ നിങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ അതെന്തായാലും 100% ഹാക്കിംഗ് ആണ് എന്ന് ഉറപ്പ് വരുത്താൻ പറ്റില്ല. പക്ഷേ ക്ലോസ്ലി നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഫോണിനെ. എന്നാലും നിങ്ങളുടെ ഫോൺ ഹാക്ക് ആവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഹാക്കിങ്ങിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ സ്കെച്ചി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ചും APK ഫയലുകൾ, അതായത് ആപ്പ് സ്റ്റോറിൻ്റെ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൻ്റെ പുറത്ത് നിന്നുമുള്ള ആപ്ലിക്കേഷൻസ് പല വെബ്സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പെർമിഷൻസ് നിങ്ങൾ എടുത്ത് നോക്കുക. എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ എന്താണ് ചെയ്യുന്നത്, ആ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു പെർമിഷൻ വേണമോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഇപ്പോൾ നിങ്ങളൊരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ലൊക്കേഷൻ പെർമിഷൻ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തോ ഒരു മിസ്മാച്ച് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പെർമിഷൻസ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യമില്ല എങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, അത്യാവശ്യമാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള പെർമിഷൻസ് ഓഫ് ചെയ്തിടുക. രണ്ടാമത്തേത്, പല ആൾക്കാരും അവരുടെ ഫോണുകൾ 1-2 വർഷം കഴിയുമ്പോൾ സ്ലോ ആകുന്നു എന്ന് പറഞ്ഞ് കസ്റ്റം റോമുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഫോൺ റൂട്ട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫംഗ്ഷനാലിറ്റീസ് കിട്ടാൻ വേണ്ടിയൊക്കെ ഫോൺ റൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഫോൺ റൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും പ്രധാനമായും പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രൈവസിയും സെക്യൂരിറ്റിയും. അപ്പോൾ
നിങ്ങളുടെ ഫോൺ നിങ്ങൾ റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഹാക്കേഴ്സിന് ആ ഒരു റൂട്ട് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന റോമുകളിലുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിലേക്ക് കയറാനും നിങ്ങളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റകൾ കട്ടുകൊണ്ടുപോകാനും നിങ്ങളെ ഹാക്ക് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് കഴിവത് നിങ്ങൾ ഫോൺ റൂട്ട് ചെയ്യാതെ തന്നെ ഉപയോഗിക്കുക. മൂന്നാമത്തെ നിങ്ങൾക്ക് ഭയങ്കര സില്ലി ആയിട്ട് തോന്നുമെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഫോൺ കഴിവതും നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ കാരണം എന്തെന്നാൽ പൊതുവേ ഈ ഒരു ഹാക്കിംഗ് ഒക്കെ നടക്കുന്നത് നിങ്ങളുടെ ഫോണിൽ സ്കെച്ചി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മുഖാന്തരമാണ്. പലപ്പോഴും നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിലില്ല, വേറെ എവിടെയെങ്കിലുമാണ് വെച്ചിട്ട് പോയിരിക്കുന്നതെങ്കിൽ ഒരു ഹാക്കറിന് നിസ്സാരം 10 മിനിറ്റ് മാത്രം മതി നിങ്ങളുടെ ഫോണിലേക്ക് കയറി ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു കാര്യം കൺഫിഗർ ചെയ്തിട്ട് പോകാനായിട്ട്. നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു കാര്യം നിങ്ങളുടെ ഫോണിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും ഈ ഒരു ഹാക്ക് ചെയ്ത വ്യക്തിക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്ന ആൾക്കാർ പോലും നിങ്ങളെ ഇതേപോലൊരു ചതിയിൽ പെടുത്തിയേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഫോൺ എപ്പോഴും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങളുടെ ഫോൺ എപ്പോഴും വെക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ കൺമുന്നിൽ വെച്ചാൽ മാത്രം പോരാ, അതിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ് കോഡ് ഇടേണ്ടത് നിർബന്ധമാണ്. അതായത് എളുപ്പമായിട്ട് ഗസ് ചെയ്യാൻ പറ്റുന്ന 1 2 3 4 അല്ലെങ്കിൽ 000 എന്നൊക്കെ പറഞ്ഞുള്ള പാസ് കോഡുകൾ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരു ഹാക്കറും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും നിങ്ങളുടെ ഫോൺ സ്റ്റീൽ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലോക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള പാസ് കോഡും ഇടുക. ഇനി അഞ്ചാമത്തേത്, പലപ്പോഴും നമ്മൾ പാസ് കോഡുകൾ മറന്നു പോകാതിരിക്കാനായിട്ട് നമ്മുടെ ഫോണിലുള്ള നോട്ട് പാഡ് ആപ്പുകളിലൊക്കെ നമ്മുടെ പാസ്വേഡും യൂസർ നെയിമും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. മേ ബി നമ്മുടെ ഫോണിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് പല ആൾക്കാരും അത് കെയർ ചെയ്യാതെ സ്റ്റോർ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ഫോൺ എങ്ങാനും ഹാക്കായി പോയി കഴിഞ്ഞാൽ ഈ ഒരു നോട്ട് പാഡിലുള്ള റോ ഡാറ്റയൊക്കെ റീഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിലൂടെ നിങ്ങളുടെ ഫോൺ ഹാക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഡാമേജുകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നോട്ട് പാഡ് ആപ്ലിക്കേഷൻസ് ഒന്നും നിങ്ങളുടെ പാസ്വേഡ്സും യൂസർ നെയിംസും സ്റ്റോർ ചെയ്യാതിരിക്കുക. ഇനി ഇതുപോലെ തന്നെ പാസ്വേഡ് യൂസർ നെയിമും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വേറൊരു സ്ഥലമാണ് നിങ്ങളുടെ ഫോണിലുള്ള ബ്രൗസർ. ഇപ്പോൾ ക്രോം ബ്രൗസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ബ്രൗസർ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ യൂസർ നെയിം പാസ്വേഡും ബ്രൗസറിൽ തന്നെ സേവ് ചെയ്ത് വെക്കും. പക്ഷേ ഇങ്ങനെ ബ്രൗസറിൽ സേവ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം, നിങ്ങളുടെ ബ്രൗസറിലൂടെ വരുന്ന എന്തെങ്കിലും ഫിഷിംഗ് അറ്റാക്സോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുക്കീസും അതേപോലെ ക്രോളേഴ്സും ഒക്കെ ഉപയോഗിച്ച് ഈ ഒരു ഡാറ്റ എല്ലാം അവർക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കഴിവതും നിങ്ങളുടെ ബ്രൗസിംഗ് ഡാറ്റ എപ്പോഴും ക്ലിയർ ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കുക. ഇൻകോഗ്നീറ്റോ മോഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ഇൻകോഗ്നീറ്റോ മോഡ് യൂസ് ചെയ്യുക. ഇനി ഏഴാമത്തേതും പല ആൾക്കാരും ചെയ്യാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ഫോണിൽ ഫൈൻഡ് മൈ ഡിവൈസ് അല്ലെങ്കിൽ ഫൈൻഡ് മൈ ഫോൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഓൺ ആക്കി വെക്കാതിരിക്കുന്നത്. അതായത് ഇത് ഓൺ ആക്കി വെക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൽ എപ്പോഴും ലൊക്കേഷൻ ഓൺ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ട് നിങ്ങളുടെ ബാറ്ററി ഒക്കെ പെട്ടെന്ന് തീർന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഓൺ ആക്കാതെ വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണം എന്തെന്നാൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ഫോണിൽ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ സസ്പീഷ്യസ് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കാണുവാണെങ്കിൽ, വേറെ ലൊക്കേഷനൊക്കെ ലോഗിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അലർട്ട് വരികയും നിങ്ങളുടെ ഫോണിനെ നിങ്ങൾക്ക് ഇറേസ് ചെയ്ത് കളയാനായിട്ടുള്ളൊരു ഓപ്ഷൻ റിമോട്ട്ലി കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഫോൺ ഹാക്കായി പോയി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വഴി ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ കയറിയിട്ട് നിങ്ങളുടെ ഫോണിനെ റിമോട്ടായിട്ട് ഇറേസ് ചെയ്ത് കളയാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ ഒരു ഫൈൻഡ് മൈയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. സോ ഉറപ്പായിട്ടും ഫൈൻഡ് മൈ ഡിവൈസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി എട്ടാമത്തേത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലും 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അതിപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, വാട്സാപ്പ് ആയിക്കോട്ടെ, ടെലഗ്രാം ആയിക്കോട്ടെ, എന്തിന് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ പോലും നിങ്ങൾ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഓൺ ആക്കി വെക്കുക. കാരണം ഇൻ കേസ് ഇതേപോലെ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ SMS വഴി അല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്കവറി മെയിൽ വഴി നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. ഇനി ഒമ്പതാമത്തേത് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫ്രീ വൈഫൈ. ഇപ്പോൾ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ഒരു കാഫറ്റീരിയ പോവുകയാണെങ്കിൽ, മാളിൽ പോവുകയാണെങ്കിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഫ്രീ വൈഫൈ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഈവൻ ദോ നമ്മുടെ കയ്യിൽ മൊബൈൽ ഡാറ്റ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു വൈഫൈയിൽ കണക്ട് ചെയ്യും. എന്തിനാണ് നമ്മുടെ മൊബൈൽ ഡാറ്റ കളയുന്നത് എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം, ആ ഒരു റൗട്ടറിൽ കുറേയധികം ഡിവൈസുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് സെക്യൂരിറ്റി വളരെ കുറവായിരിക്കും ഓപ്പൺ ആയതുകൊണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഹാക്കേഴ്സ് നിങ്ങളുടെ ഫോണിലേക്ക് ക്രോളേഴ്സും അതേപോലെ തന്നെ മാൽവെയർസും എല്ലാം ഇൻസേർട്ട് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. പിന്നീട് നിങ്ങളുടെ ഫോൺ കോംപ്രമൈസും ആവും. ഇനി അഥവാ നിങ്ങൾക്ക് ഇതേപോലത്തെ പബ്ലിക് വൈഫൈ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും VPN സർവീസുകൾ ഉപയോഗിച്ച് മാത്രം കണക്ട് ചെയ്യുക. ഇനി പത്താമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു മെയിലാണ്. അതായത് ഇതാണ് എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു മെയിൽ. അതായത് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് iPhone 11 Proയിൽ നിന്ന് മാറി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെയാണോ എന്ന് നോർമലി ഫേസ്ബുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനത്തെ ഒരു മെയിൽ രൂപത്തിൽ. അപ്പോൾ ഇതിൽ താഴെ 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഞാനാണ് എന്നുള്ളതിനൊരു ബട്ടൺ ഉണ്ട്, അല്ല ഇത് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഫേക്ക് മെസ്സേജ് ആണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒറിജിനലാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ പേജിലായിരിക്കും പോകുന്നത്. നമ്മൾ ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്താലേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്യും. പക്ഷേ ആ പോകുന്ന ഫേസ്ബുക്കിൻ്റെ പേജും ഇവർ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡമ്മി പേജാണ്. അതിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന യൂസർ നെയിം പാസ്വേഡും നേരെ പോകുന്നത്
ഹാക്കറിൻ്റെ കയ്യിലേക്കാണ്. ഈ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പൊതുവേ നമ്മൾക്കുള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് ഉപയോഗിച്ച പാസ്വേഡ് തന്നെയായിരിക്കും തിരിച്ചു മറിച്ചൊക്കെ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ ഹാക്കർമാർക്ക് ബാക്കിയുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും പാസ്വേഡുകളും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങളുടെ ഫോണിലേക്ക് ആക്സസ് വളരെ എളുപ്പമാവുന്നു. അങ്ങനെ നിങ്ങളുടെ ഫോൺ എളുപ്പത്തിൽ ഹാക്കായി പോകുന്നു. അതുകൊണ്ട് ഇതേപോലത്തെ ഫിഷിംഗ് മെയിൽസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഫിഷിംഗ് SMS അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തിട്ടുള്ള ലിങ്കുകളൊക്കെ വരുവാണെങ്കിൽ നിങ്ങളതിലേക്ക് ക്ലിക്ക് ചെയ്യാതിരിക്കുക. കാരണം ഈ ലിങ്ക് ക്ലിക്കിങ്ങിലൂടെയാണ് പൊതുവെ കുറേ ആൾക്കാരുടെ ഫോണുകളിൽ ഇതേപോലെ ഹാക്കിംഗ് നടക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.